മങ്കടയിലും നിർണായക രാഷ്ട്രീയ നീക്കവുമായി CPIM MP അലവിക്ക് പകരം ലീഗ് നേതാവ് കുന്നത്ത് മുഹമ്മദ് സ്ഥാനാർത്ഥിയാകും. മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ നിന്ന് താനൂരിലേക്ക് മാറും. വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, CPIM നിർണായകമായിട്ടുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. മലപ്പുറത്ത് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം നീക്കം. അപ്പോൾ എങ്ങനെയാണ് CPIM നീക്കം ഇന്ന് ഉണ്ടാകുന്നത്? മുസ്ലിം ലീഗിനുള്ളിലെ അസ്വാരസ്യങ്ങൾ പരമാവധി മുതലെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായത് ഇപ്പോൾ മങ്കടയിലാണ്. മങ്കടയിൽ CPM ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം MP അലവിയായിരുന്നു CPM നേരത്തെ പ്രഖ്യാപിച്ചത്. ആ സ്ഥാനാർത്ഥിയെ മാറ്റിയാണ് ഇപ്പോൾ ലീഗിൽ നിന്നും പിണങ്ങി നിന്നിട്ട് നിൽക്കുന്ന കുന്നത്ത് മുഹമ്മദിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. കുന്നത്ത് മുഹമ്മദ് കഴിഞ്ഞ ദിവസം മങ്കട MLA മഞ്ഞളാംകുഴി അലിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിരുന്നു. തുടർന്ന് അവരുടെ കമ്മിറ്റികളിൽ അത്തരം വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചതാണ്. തുടർന്ന് അദ്ദേഹം അച്ചടക്കലംഘനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഈ കുന്നത്ത് മുഹമ്മദിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മങ്കടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ CPM സ്ഥാനാർത്ഥി MP അലവിയെ പിൻവലിച്ചുകൊണ്ട് അവിടെ മുഹമ്മദിനെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതിന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിർണായക സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനുശേഷം അത്തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും നിർണായക നീക്കങ്ങൾ തന്നെയാണ് CPM മലപ്പുറത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ താനൂരിൽ മത്സരിച്ച് 2 തവണ വിജയിച്ച വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറാനും ധാരണയായിട്ടുണ്ട്. അദ്ദേഹം തിരൂരിൽ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ താനൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി ലീഗിൽ നിന്ന് ഒരു ഉയർന്ന നേതാവിനെ താനൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനുള്ള ശ്രമവും CPM അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ അതിന് ഈ അവസാന നിമിഷം അതിന് ഫലം കണ്ടില്ല. തുടർന്നും താനൂരിൽ പുതിയ ഒരാളെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് അബ്ദുറഹ്മാൻ ഇപ്പോൾ തിരൂരിലേക്ക് മാറാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ തീരുമാനങ്ങൾ അല്പസമയത്തിനകം അതിന്റെ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് സാധ്യത. ശരി.